പിറവത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചത്. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പിറവത്ത് ചേർന്ന സമാപന സമ്മേളനം സംസ്ഥാന സമിതി അംഗം ബീന ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, ആർഎസ്എസ് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യത്തെ ഭരണാധികാരികൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആർഎസ്എസിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റും, ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ആർഎസ്എസിന് നേതൃത്വം കൊടുക്കുന്നവർ, ഗോൾവർക്കർ ഉൾപ്പെടെയുള്ളവർ അവർ പറയുകയാണ്, ഞങ്ങൾ ഇതിന് പ്രതിജ്ഞാബദ്ധരാണ്. ചടങ്ങിൽ ഏലിയാമ്മ ഫിലിപ്പ് അധ്യക്ഷയായി. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതിനർത്ഥം തന്നെ മതേതരത്വമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ ഇതിൽ ഇടപെടുമെന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മതേതരം ബിജെപിയും കോൺഗ്രസും ഏറ്റെടുത്തിരിക്കുകയാണ്. പേപ്പതിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ പ്രസിഡന്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജെസി പീറ്റർ അധ്യക്ഷയായി. പിറവത്ത് നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ഷീമോൾ പ്രകാശ്, ജാഥ മാനേജർ ഷാബി പോൾ, വിജയ ശിവൻ, ജിബി സാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന ചില സാമൂഹ്യ ജീർണതയ്ക്കും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വേറെ വന്നു കളഞ്ഞു എന്ന് വിചാരിക്കുന്ന വർഗീയ വിഷം തിരിച്ചു വരുന്നതിനും എതിരെയുള്ള ഒരു വലിയ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.